ഇതുവരെ ഇത് കുഴപ്പിക്കല് കഴിഞ്ഞില്ലേ? കൊറേ സമയമായല്ലോ. ഇവിടെ ഒന്നും ഒരു പണി കഴിഞ്ഞിട്ടില്ലേ? അടക്ക് ഇവിടെ വാ. ഇതെന്താ ഈ കണ്ണൊക്കെ? ഇവിടെ അറിയോ ഇതെന്താ ഈ കണ്ണൊക്കെന്ന്? നിനക്ക് അന്തി നാളെ എന്തോ പഠിപ്പിച്ചൊന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ കെട്ടിയൊഴുന്നല്ലി ഇവിടെ പോണത്? പാത്രം കഴുകിട്ട് പാത്രം കഴുകി കുളിച്ചില്ലേ? കുളിച്ചിട്ടില്ലേന്ന്? എന്ത് കെട്ടുവിന്റെ കൂടെ കിടന്ന് അടുക്കളയിൽ കേറുമ്പോ കുളിക്കണം എന്ന് അറിയണല്ലേ? എന്താ കുളിക്കാഞ്ഞി? ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനാണ് അമ്മനെ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും കുളിക്കണേ വൃത്തിയില്ലാത്തോടെ. അവൾ എന്നെ കൂടെ പൊറക്കണം. നാളെ മുതൽ കുളിച്ചല്ലാണ്ട് ഈ അടുക്കള കയറിയിട്ടുണ്ടല്ലോ. എന്താ ഈ കാണുന്നത്? പിടിക്കേ ആ പാത്രം മൊത്തം കഴുകിയേക്കുക. ഇത് മൊത്തം ക്ലീൻ ചെയ്യാ. അവിടെ ക്ലീൻ ചെയ്യാ. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കുക. പോരാത്തതിനും മസാല ദോശയും കൊടലോ പീച്ചക്കാരി. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നീ ഞാൻ കുളിച്ചിട്ട് വരട്ടെ? പൊക്കോ. എന്ത് പണി! എന്ത് പണി കൊടുക്കും? അന്ന് ഞാൻ കുളിപ്പിച്ചരാടി. കാണിച്ചേട്ടാ അവന്റെ കുളി എന്നാണ് ഞാൻ ശരിയാക്കി തരാം. കുളിക്കണല്ലേ? കഷ്ടപ്പെടേ കഷ്ടപ്പെട. ചേച്ചി ടാങ്കില് വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ എന്താ? ഞാനെന്താ കുടിച്ചിട്ട് തുപ്പി തരണോ? പോയി തിരക്കടി പോയിട്ട് അവിടെ കണ്ടില്ലേ? ഓരുമ്പട്ടുള്ളു. അങ്ങടെ ഇളകി നടക്കടി. അവിടെ ഉരുക്കട്ടെ എന്റെ കൊഴുപ്പ് മൊത്തം. ഇങ്ങനെ കിടക്കുമ്പോ എന്തൊരു സമാധാനം. അതെ, ഇവിടെ നമുക്ക് സ്വസ്ഥതയുള്ളൂ അല്ലേ? എന്തായാലും നമുക്ക് ഓണത്തിനെ നമുക്ക് 2 ദിവസം ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നമ്മൾ നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാം. എന്നിട്ട് ചെറിയ ടൂറാണ് പോവാം. വീട്ടിലും പോവാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒരു സുഖമാവുമല്ലോ. ഇവിടെ ഇപ്പൊ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലുള്ള ഈ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇവിടുന്ന് സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് മിണ്ടാനും കൂടി പറ്റുന്നില്ലല്ലോ. ചേച്ചിനെ നിർത്തി പൊരിക്കുക. സാരല്ലടോ. ഇങ്ങനെ ചേട്ടന്റെ മാറിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമ്പോ എല്ലാം മറക്കുക. അങ്ങനെ നല്ല സന്തോഷമുണ്ട്. ക്ഷീണമൊന്നുമില്ലല്ലോ? അതാ കറണ്ട് പോയോ? അയ്യോ, അപ്പൊ എന്താ കറണ്ട് ഈ നേരത്ത് പോകുന്നു? നമ്മളൊന്ന് ഇവിടെ കിടക്കുമ്പോഴേക്കാണ് കറണ്ട്. അല്ല, അത് നന്നായുള്ള കറണ്ട് പോയത് അല്ലേ? ഇതെന്താ ലൈറ്റ് ഒന്നും ഇടാതെ ഇട്ടത്തിരിക്കണ? ഏയ് കരയേ? ഇതെന്തേ? എന്തുണ്ടായി? എന്താണ് ഇതെന്താ മുഖത്ത് പാട്? എന്താ സംഭവം? എന്താ കരയാതെ കാര്യം പറയേ. ഇവിടെ പഞ്ചസാര ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മേടിച്ചു. അതിനിപ്പോ എന്ത്? അവരാരെങ്കിലും പറഞ്ഞ ചെയ്താ? മേടിച്ചതിന് ചേച്ചി തല്ലിയതാ. ചേച്ചിയാ? എണീറ്റേ വാ വാ വാ. എണീക്കേ വാ. എണീക്ക്.
ചേച്ചിയെ ചേച്ചിയെ ആ എവിടെകള് എന്തിനാ ഇവിടെ കിടന്ന് അലറണത്? ഒന്ന് കാണാൻ തന്നെ. ആ എന്താ നിങ്ങൾ എന്തിനാ ഇവിടെ അടിച്ച്? അടിച്ച ആവശ്യം എന്താന്നോള് പറഞ്ഞില്ലേ? ആ ഇവളെ അടിക്കണ്ട, ഞാനുണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഞാനും ഉണ്ട്. എന്റെ അനുവാദം ഇല്ലാതെ കണ്ണി കണ്ടോന്റെ വീട്ടിൽ പോയിട്ട് പഞ്ചസാര ആയിരുന്നിരിക്കണ അവള്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ടില്ല. എടി ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കാൻ പഠിക്കടി. അത് അവള് പഠിച്ചോളും. അങ്ങനെയുള്ളൊന്ന് വന്നു തന്നെ അവള്. നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ടട്ടാ. ഇനി മേലാലുള്ള മേത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിലോ ഇവിടെ ഉണ്ടെങ്കിൽ അവള് തെറ്റ് ചെയ്താ അടിച്ചിരിക്കോളാം ഞാൻ. അവളടിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. അത് ശരി. ഞാൻ ഇങ്ങനെ ഒരു ഇതില് അവളെ കൂട്ടി കൊടുന്നു വിചാരിച്ചിട്ട് ഓതി കൊടുക്കടി. കൂടിപ്പറപ്പുകളടി ഇങ്ങനെ ആയത്. അതെ, ഇന്നും ഇന്നലും തുടങ്ങിയതല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാടായി സഹിക്കണു. ഇനി ഇതിവിടെ നടക്കില്ല. ഇനി എങ്ങാനും എന്റെ പെണ്ണെ തൊട്ടാ ഇതുവരെ ചേച്ചിയെന്ന് വിളിച്ചതാണ്ടല്ലോ, അതെനിക്ക് മാറ്റി പറയേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ. അത് ശരി. ഒരു കുളിക്കാനും ഇവിടെ സൗകര്യം ഇല്ല. നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. എനിക്കറിയാം ഞാൻ അന്നവിടെ റൂമിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്താന്നുള്ളത്. നിങ്ങൾക്ക് സഹിക്കണില്ല അല്ലേ? നാളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? നിങ്ങൾ എന്ത് കാര്യത്തിന് ഇതൊക്കെ ചെയ്യണത്? ഈ സ്വത്ത് മുതലിന് വേണ്ടിട്ടല്ലേ അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്തോളി, ആ സ്വത്ത് മുതൽ മൊത്തം നിങ്ങൾ എടുത്തോളി. ഇനി ഇവിടെ വളയിട്ട് നിൽക്കുന്ന പരിപാടിയില്ല എനിക്ക്. ഒരു വാടക വീട്ടിലേക്കാണ് പോയിട്ടേ ഇവിടെ പോറ്റാളെ കഴിവിരിക്കുന്നുണ്ട് കേട്ടാ. എടാ ഈ പെണ്ണിന്റെ വാക്ക് കേട്ട് ഈ പുറത്തിറങ്ങാൻ നിൽക്കണ്ട. ഞാൻ നിൽക്കണില്ല. പക്ഷെ നിങ്ങളെ വാക്ക് അത്രയും കേൾക്കുന്നില്ല. കാരണം ഞാൻ കുറെ അനുഭവിച്ചാണല്ലോ. ഇവിടെ നടക്കുന്ന പലതും ഞാൻ അറിയാഞ്ഞിട്ടല്ല, എന്നാ ഒരു വാക്കുകൾ പറയാറില്ല. പക്ഷെ മൊത്തം കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാലും ഉണ്ടായിരിക്കണമെന്നല്ല. എങ്ങനെങ്കിലും നന്നായി പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് മാറും വിചാരിച്ചിട്ടാ. പക്ഷെ അത് നിങ്ങൾ മാറുന്ന കോലല്ല. ഇന്ന് അവളെ നിങ്ങൾ കൈവച്ച് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇതേപോലെ തിരിച്ചു കിട്ടിയിരുന്നു കേട്ടാ. ഇപ്പൊ എന്റെ ചേച്ചി ആയതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. വല്ലാത്തൊരു കഷ്ടം. അതെ, ഞാൻ അച്ചിക്കോന്തൻ തന്നെ. അതെനിക്കൊരു ഒരു നാണക്കടവും ഇല്ല. എന്റെ പെണ്ണിന്റെ അടുത്തല്ലേ. പക്ഷെ നിങ്ങളെപ്പോലെ ഒരിക്കലും ആവരുത്, ഒരാളും ആവരുത്. മതിയാക്കണ്ടേണ്. ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? ഞാൻ ഒരു കാര്യം ചെയ്ത് പോവാണ് കേട്ടാ. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി. പിന്നെ ഒന്നും കൂടി പറയാണ്ട്, നിങ്ങൾ ഈ സ്വത്തിന്റെ മുതൽ വെച്ചിട്ടല്ലേ ഇത് അവസാനം നിങ്ങൾ പോകുമ്പോ തലയിൽ വെച്ചാണ് കൊണ്ടുപോയിക്കോ കേട്ടാ. ഇനി അതല്ല, എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അവസാനം ഒരു ഞാൻ തന്നെ വേണ്ടിയിരുന്ന് എനിക്കറിയാം. അന്ന് നിങ്ങൾ മടിക്കൊന്നും വേണ്ട, നേരെ വന്നോണ്ടു. അപ്പൊ എന്താണ് സ്നേഹം, എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് ഒരു വീട്ടിൽ പെരുമാറുക, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. വാ, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. വാ, ഇനി ഇവിടെ നിന്നാലേ വല്ല വിഷം തന്നു കൊല്ലൂര്. അത്രയ്ക്കും ദുഷ്ടയാണ്. വാ. ഓടാ പെങ്കോന്താ. ചെമ്മീൻ ചാടിയ എത്ര മുട്ടോളം. എന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നൊക്കെ അറിയാ. ചെല്ലടാ അച്ചിക്കോന്താ. അവന് ഉണ്ടാക്കാൻ നടക്കണം.